നമസ്കാരം. മിഴിയോരത്തിന്റെ സാരഥി എന്ന സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സാരഥിയിൽ സംസാരിക്കുന്ന ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിനെ കുറിച്ചാണ്. പലപ്പോഴും പലരെയും അലട്ടുന്ന പ്രശ്നമാണ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന അബ്ഡോമിനൽ പെയിൻ, ഡയേറിയ, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ. അപ്പോൾ ഇതിന്റെയൊക്കെ ട്രഡീഷണൽ ട്രീറ്റ്മെന്റ്സ് ആണ് ഇന്ന് മിഴിയോരത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ ചീഫ് കൺസൾട്ടന്റും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ദിനേശ് കത്തയാണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. മിഴിയോരത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ അബ്ഡോമിനൽ, അതായത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണിത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറഞ്ഞത്? ഓക്കെ, ഇത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു പ്രത്യേക കാരണമുണ്ട്. ഇന്ന് നമ്മൾ ക്ലിനിക്കുകളിൽ ഈ ഒരു രോഗത്തിൻ്റെ സാന്നിധ്യം കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് പലർക്കും. കാരണം ഉദരസംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ മിഴിയോരത്തിൽ തന്നെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. അസിഡിറ്റി, അതുമല്ലെങ്കിൽ പെപ്റ്റിക് അൾസർ, ഡിയോഡിനൽ അൾസർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അസിഡിറ്റി അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇതൊന്നും അല്ലാതെ, അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കോൺസ്റ്റിപ്പേഷൻ ഇസ് ദ മദർ ഓഫ് ഓൾ ഡിസീസസ്, അതായത് മലബന്ധം എല്ലാ രോഗങ്ങളുടെയും അമ്മയാണ് എന്ന്. ഇതേപോലെ തന്നെ വയറിളക്കം, ഇതും നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്, പല ആരോഗ്യ പരിപാടികളിലും ചർച്ച ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഉദരസംബന്ധമായിട്ട് നാം കേട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള ലക്ഷണങ്ങളും ഒരുമിച്ച് വരിക, ഇതൊന്ന് ആലോചിച്ച് നോക്കുക. ഇതൊരു ഭീതിജനകമായിട്ടുള്ള അവസ്ഥയാണ്. അതായത് കുറച്ച് ദിവസം വയറ് ഇളകി പോകുന്നു, കുറേ ദിവസം മലം വളരെ മുറുകിപ്പോകുന്നു, അതുമല്ലെങ്കിൽ എപ്പോഴും ഉദരത്തിന് സുഖകരമല്ലാത്ത ഒരവസ്ഥ നിലനിൽക്കുക. ഇത് നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നാണ് ഇതിന് ഓമന പേരിട്ടിരിക്കുന്നത്. IBS എന്ന് ചുരുക്ക പേരിൽ വിളിക്കുന്നു. ഇനി ഈ IBSന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ ഏകദേശം 10 പേരിൽ ഒരാൾക്കെങ്കിലും ഈ ഒരു രോഗം ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ കാണുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ ഇത് മറ്റൊരു കാര്യം നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, സ്ത്രീകളിൽ ഇത് ഒരു 2 മുതൽ 3 ഇരട്ടി പുരുഷന്മാരെ അപേക്ഷിച്ച് ഇതിൻ്റെ സാന്നിധ്യം കൂടുതലായിട്ട് ഉള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അടിക്കടി ഉണ്ടാകുന്ന ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഇതിന് കേവലം ശാരീരികമായിട്ടുള്ള ഒരു തലം മാത്രമല്ല, മാനസികമായ തലമുണ്ട്. അതേപോലെ വേറെ പല കാരണങ്ങൾ നമുക്ക് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോത്തിന് പറയാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ത് മരുന്ന് കഴിക്കണം എന്നുള്ളതിൽ രോഗികളും എന്ത് മരുന്ന് നിർദ്ദേശിക്കണം എന്നതിൽ പലപ്പോഴും ഡോക്ടേഴ്സും ഒരേപോലെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഉള്ള ഒരവസ്ഥ കാണുന്നുണ്ട്. കാരണം ഇന്ന് നമ്മൾ വയറ്റിളക്കത്തിന് ചികിത്സിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നാളത്തേക്ക് ഇത് മലബന്ധമായിട്ടാണ് മാറുന്നത്. അപ്പോൾ അതിൻ്റെ ചികിത്സ തുടങ്ങുമ്പോഴേക്ക് ഇത് അബ്ഡോമിനൽ ബ്ലോട്ടിംഗ് എന്നുള്ള ഒരു ലക്ഷണം കാണിച്ചു തുടങ്ങും. ഇങ്ങനെ ഉദരസംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങൾ മാറി മാറി വരിക, അതുമല്ലെങ്കിൽ പല ലക്ഷണങ്ങൾ കൂടിക്കലർന്ന് ഒരു അവിയൽ പരുവത്തിൽ കാണുക, ഇതെല്ലാമാണ് സാധാരണമായിട്ട് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് വളരെ ദീർഘമായി തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ഇതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ പല തലത്തിൽ നമുക്ക് ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയാവുന്നതാണ്. അതല്ലാതെ സ്പെസിഫിക് ആയിട്ട് ഉദാഹരണത്തിന് ഒരു രോഗം വന്നു, ഇതിനൊരു ബാക്ടീരിയ, അതുമല്ലെങ്കിൽ വൈറസ് എന്ന രീതിയിൽ നമുക്ക് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോത്തിനെ ഒരിക്കലും കാണാനായിട്ട് സാധിക്കുകയില്ല. ഇതിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക, ഒന്ന് ശാരീരികമായിട്ടുള്ള ചില അവസ്ഥകൾ. ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ നമ്മളുടെ ഉദരത്തിൽ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉദരത്തിൻ്റെ ഉള്ളിൽ നമ്മളുടെ ആന്തരികമായിട്ടുള്ള ഈ ദഹനത്തിനെയും ദഹന പ്രക്രിയയെയും എല്ലാം തന്നെ സഹായിക്കുന്ന ചില ബാക്ടീരിയകളുണ്ട്. ഇവയെ പ്രോബയോട്ടിക് എന്നാണ് പറയുക. അതേപോലെ തന്നെ ഈ പ്രോബയോട്ടിക് ബാക്ടീരിയ വളരാനുള്ള ഒരു മീഡിയം, ഇതിനെ നമ്മൾ പ്രീബയോട്ടിക് എന്ന് പറയുന്നു. ഇതേപോലെ തന്നെ ഇവ സമതുലിതമായിട്ട്, അതായത് പ്രോബയോട്ടിക് ബാക്ടീരിയയ്ക്ക് വളരാനുള്ള പ്രീബയോട്ടിക് എൻവയോൺമെൻറ്റ് സമതുലിതമായി നിൽക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഒരു സമതുലിതമായ ഒരവസ്ഥ ഇത് നമ്മളുടെ ഉദരത്തിൽ ആവശ്യമാണ്. ഇതിനെ നമ്മൾ ഇൻഡസ്റ്റിനൽ ഫ്ലോറ എന്നെല്ലാം നാം പേരിട്ട് വിളിക്കുന്നു. അതായത് ഉദരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കേട്ടിരിക്കുന്നത് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ വില്ലനാണ് അല്ലേ എന്ന് മാത്രമാണ്. പക്ഷേ മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ വില്ലനായി തുടങ്ങി നായകനായി മാറിയ പോലെ ബാക്ടീരിയകളിലും ചില നല്ല നായകന്മാരുണ്ട്. അപ്പോൾ ഈ ഉദരത്തിലുള്ള ഈ പ്രോബയോട്ടിക്കുകൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ഉദരത്തിൻ്റെ ആ ഒരു സമതുലിത അവസ്ഥയെ, അതിനുള്ളിലെ അന്തരീക്ഷത്തെ കാത്തു സംരക്ഷിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തെല്ലാമോ കാരണങ്ങളാൽ ചിലരിൽ ഈ പറഞ്ഞ ഇൻഡസ്റ്റിനൽ ഫ്ലോറയ്ക്ക് ഡാമേജ് വരുന്നു. ഇതിന് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ പലതാകാം.
ഉദാഹരണത്തിന് നിങ്ങൾ കുറേ കാലം ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ, ഇത് പലപ്പോഴും വളരെ കോമൺ ആയിട്ട് നമുക്ക് തന്നെ കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അല്ലേ. ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഉദരത്തിനുള്ളിലെ അപ്പോൾ ചീത്ത ബാക്ടീരിയകളുടെ ഒപ്പം തന്നെ പലപ്പോഴും നല്ല ബാക്ടീരിയകളും നശിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഇതിന് മുന്നേ പല ബാക്ടീരിയൽ ഇൻഫെക്ഷനുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നിങ്ങളുടെ ഉദരത്തിൻ്റെ ഉള്ളിലോ മറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് എന്നെല്ലാം പറയുന്ന അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം ഉണ്ടാകാനുള്ള സാധ്യത നിങ്ങൾക്ക് കൂടുതലാണ്. ഇനി ഇതിപ്പോൾ ഞാൻ ശാരീരികമായ തലത്തിലാണ് ഞാൻ സംസാരിച്ചത്. ഇനി ഇതല്ലാതെ ഇതിൻ്റെ മാനസികമായ ഒരു തലം നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടതുണ്ട്. മാനസികമായ തലം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ ഏതൊരു ആരോഗ്യ പ്രശ്നത്തിനെയും പോലെ തന്നെ സ്ട്രെസ് അഥവാ ജീവിത സംഘർഷം, മാനസിക സംഘർഷം ഇറിറ്റബിൾ ബവൽ സിൻഡ്രത്തിൻ്റെ ലക്ഷണങ്ങളെ അധികരിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഈ ജീവിത സംഘർഷങ്ങളോടൊപ്പം മനോതലത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ, സൈക്കാട്രിക് പ്രശ്നങ്ങളുള്ളവർ, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള ന്യൂറോസിസ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അസുഖങ്ങളുള്ളവർ, ഇവർക്കെല്ലാം തന്നെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം വരാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് കാണുന്നത്. ഇനി മറ്റൊരു കാര്യം, അതായത് നമ്മളുടെ ഇമ്മ്യൂണോളജിയിൽ, അതായത് നമ്മളുടെ രോഗപ്രതിരോധ സംവിധാനത്തിൽ ചില താളപ്പിഴകൾ വന്നാലും അതിൻ്റെ ഭാഗമായിട്ട് പൊതുവെ നമുക്ക് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി ഇതല്ലാതെ നമ്മൾ ഭക്ഷണത്തിലെയും ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് നമുക്കറിയാം പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ലഭ്യമാണ്. എന്നാൽ തന്നെ ഈ ചില ഷോർട്ട് ചെയിൻ കാർബോഹൈഡ്രേറ്റ് അഥവാ ചെറിയ കണ്ണികളുള്ള കാർബോഹൈഡ്രേറ്റുകൾ, അന്നജങ്ങൾ, ഇത് കഴിക്കുന്നത് പലപ്പോഴും ഈ ലക്ഷണങ്ങളെ അധികരിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ചെറിയ തരത്തിലുള്ള അഥവാ ഷോർട്ട് ചെയിൻ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നമുക്ക് എടുത്തു പറയാവുന്ന ഉദാഹരണങ്ങൾ ലാക്ടോസ്, ഫ്രക്ടോസ്, സാർബിറ്റോൾ എന്നെല്ലാം പറയുന്ന തരത്തിലുള്ള മധുരങ്ങൾ. അപ്പോൾ ഇതിൽ ഈ ലാക്ടോസ് നമുക്കറിയാവുന്നത് പോലെ തന്നെ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് വളരെ കേട്ട് പരിചയമുള്ള ഒരു ഇതാണ് അല്ലേ. അതായത് പാലുൽപ്പന്നങ്ങളിലും കാണുന്ന ഒരു അംശമാണ് ലാക്ടോസ്. അപ്പോൾ ഈ ലാക്ടോസ് ചിലരിലെങ്കിലും ഈ പറഞ്ഞ രീതിയിലുള്ള ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പാലിൽ, ഐസ്ക്രീമുകൾ, അതേപോലെ തന്നെ ചീസ്, ഇതിലെല്ലാം തന്നെ ലാക്ടോസ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ ചില ബ്രെഡുകളിലും സലാഡുകളിലും മറ്റും ഡ്രസ്സിങ്ങിനായിട്ട് ലാക്ടോസ് അടങ്ങിയിട്ടുള്ള, അതേപോലെ ക്യാൻഡീസ്, ചില മുട്ടായികളിലും എല്ലാം തന്നെ നമ്മൾ സാധാരണമായിട്ട് ലാക്ടോസ് കാണുന്നുണ്ട്. ഇനി മറ്റൊന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ഷോർട്ട് ചെയിൻ കാർബോഹൈഡ്രേറ്റ് ആണ് ഫ്രക്ടോസ്. ഈ ഫ്രക്ടോസ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഫ്രൂട്ട്സ്, പലതരത്തിലുള്ള പഴങ്ങൾ, പ്രത്യേകിച്ച് ബെറീസ്, ഇതിലെല്ലാം ഫ്രക്ടോസ് ധാരാളമുണ്ട്. അതേപോലെ ഹണി, തേനിൽ ഫ്രക്ടോസ് അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില പച്ചക്കറികളിൽ, പ്രത്യേകിച്ച് ക്യാബേജ്, ബ്രൊക്കോളി, അതേപോലെ ടൊമാറ്റോസ്, ബീൻസ്, ഉള്ളി, ഇതിലെല്ലാം തന്നെ ഫ്രക്ടോസ് അടങ്ങിയിട്ടുണ്ട്. ഇനി മറ്റൊരു വിഭാഗം ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉണ്ടാക്കുന്ന, അപ്പോൾ ഇതിന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, ഇത് ഈ പറഞ്ഞ പദാർത്ഥങ്ങളോട് അലർജി അല്ല. പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഫുഡ് ഇൻടോളറൻസ്, അതായത് ഒരു ഭക്ഷണം ദഹിപ്പിക്കാൻ കഴിയായ്മയും അതിനോടുള്ള പ്രതികരണവും അതുമല്ലെങ്കിൽ അതിനോടുള്ള അലർജിയും തികച്ചും വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവങ്ങളാണ്. ഞാൻ പറയുന്നത് ഈ പറഞ്ഞ പദാർത്ഥങ്ങളോടുള്ള അലർജി അല്ല. ഈ പറഞ്ഞ പദാർത്ഥങ്ങളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് ഉദരത്തിന് കഴിയാത്ത അവസ്ഥ ചിലതിൽ ഉണ്ട് എന്ന് മാത്രമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ലാക്ടോസ് അലർജി, ഫ്രക്ടോസ് അലർജി എന്ന് ഒരിക്കലും കരുതരുത്. അതേപോലെ തന്നെ മറ്റൊന്ന് ഞാനിപ്പോൾ ഈ പറഞ്ഞ സോർബിറ്റോൾ എന്ന് പറയുന്ന, തീർച്ചയായും. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, നമസ്കാരം. നമസ്കാരം. എന്താണ് സുഖമല്ലേ ഡോക്ടറെ? ഓ, നല്ല വിശേഷം, പറഞ്ഞോളൂ. ഞാൻ സാറിന്റെ പ്രോഗ്രാമൊക്കെ കേൾക്കാറുണ്ട്. ഓക്കെ. ഞാന് ദുബായിൽ വിളിക്കുന്നത്. എന്റെ പേര് അഷ്റഫ്. ഓക്കെ, ചോദിക്കൂ അഷ്റഫ്. എനിക്കൊരു 4-5 മാസമായിട്ട് ചിലപ്പോ വയറ് വേദന, ചിലപ്പോ വയറ് എരിച്ചല്, ഓക്കെ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. എന്റെ കാലത്ത് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടൈമില് എനിക്ക് ശോധന കറക്റ്റാ.
വയറ് കംപ്ലീറ്റ് ക്ലിയർ ആവും. ഒറ്റ പ്രാവശ്യം പോകുള്ളൂ. ഓക്കെ. വേറെ പ്രശ്നമൊന്നുമില്ല. വയറ് വേദന ആവുന്നുണ്ട്, വയറ് എരിച്ചിലും ഉണ്ട്. ഈ വയറെരിച്ചിലും വയറുവേദനയും ഭക്ഷണവുമായി ബന്ധപ്പെട്ട് കാണുന്നുണ്ടോ? അതായത് വയറ് കാഞ്ഞു കഴിഞ്ഞാൽ വയറിന് വേദന അനുഭവപ്പെടുക, അല്ലെങ്കിൽ പുകച്ചിൽ ഇങ്ങനെ കാണുന്നുണ്ടോ? അതോ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഇതിനൊരു ആശ്വാസം കാണുന്നുണ്ടോ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ചെറുന്നൊരു പെയിൻ ഉണ്ട്. ഭക്ഷണം കഴിച്ചാൽ ലൈറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസ്വസ്ഥതയും ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് പറഞ്ഞു കേട്ട ഇത് പക്ഷേ ശോധനയ്ക്ക് ഡോക്ടർ ഒരു മിനിറ്റ് ഇങ്ങനെ ഈ വിരലോണ്ട് ഇങ്ങനെ സെന്ററിൽ ഇങ്ങനെ പ്രസ് ചെയ്താല് വേദനിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത് ഓക്കെ. എത്ര വയസ്സുണ്ട് അഷ്റഫിന്? 50 വയസ്സുണ്ട്. 50 വയസ്സ്. സ്മോക്കിംഗ് ഉണ്ടോ? സിഗരറ്റ് വലിയുള്ള ആളാണോ? ഇല്ല ഇല്ല, സിഗരറ്റ് വലിയില്ല. ഓക്കെ. ഇത് സാധാരണമായിട്ട് ഭക്ഷണം എങ്ങനെയാണ്? വീട്ടിൽ തന്നെ പാചകം ചെയ്യുന്ന ഭക്ഷണമാണോ അതോ പുറത്തു നിന്നുള്ള ഭക്ഷണമാണോ കഴിക്കുന്നത്? ഓക്കെ, ഫാമിലി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ് കേട്ടെടുത്ത് അതുപോലെ തണുത്ത വെള്ളമോ തണുത്ത പദാർത്ഥങ്ങളോ കഴിക്കുമ്പോൾ ഈ വയറിന്റെ അസ്വസ്ഥതയ്ക്ക് എന്തെങ്കിലും ശാന്തത തോന്നുന്നുണ്ടോ? അതും അല്ലെങ്കിൽ ഒരു സമാധാനം തോന്നുന്നുണ്ടോ? തണുത്ത വെള്ളം കഴിക്കുമ്പോ ഡോക്ടറെ വെള്ളം പാസ് ചെയ്യുമ്പോണ്ടല്ലോ ഒരു നല്ലൊരു സുഖം തോന്നുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് പറഞ്ഞു കേട്ടെടുത്തോളം എനിക്ക് തോന്നുന്നു ഇത് ഉദരത്തിന്റെ ഉള്ളിൽ ചെറുതായിട്ട് അൾസറേഷൻ, അതായത് ഇത് അമ്ലത കൂടിയിരിക്കുന്നതാണ്. അസിഡിറ്റി കൂടി ഈ വയറ്റിൽ ആസിഡ് കൂടിക്കഴിഞ്ഞാൽ ഇത് ചെറിയ അൾസറേഷനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അതായത് ചെറിയ അൾസറുകൾ, കുടൽ പുണ്ണെന്നെല്ലാം നാം പറയുമല്ലോ, ഇത് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പറഞ്ഞു കേട്ട ലക്ഷണങ്ങൾ വെച്ച് നിങ്ങൾക്ക് അസിഡിറ്റിയുടെ പ്രശ്നവും അതേപോലെ തന്നെ ഇത് അൾസറിൻ്റെ ഒരു ആരംഭവുമാണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. എന്തായാലും ഭക്ഷണത്തിൽ നല്ല രീതിയിലുള്ള കൺട്രോൾ പാലിക്കുക. പ്രത്യേകിച്ച് അമിതമായിട്ട് എരിവും പുളിയും ഉള്ളതായിട്ടുള്ള ഭക്ഷണങ്ങൾ, പൊറോട്ട പോലെ ഉള്ള കൃത്രിമ മൈദയും മറ്റും ചേർന്നിട്ടുള്ള പദാർത്ഥങ്ങൾ, ഇതെല്ലാം കഴിയുന്നത്ര ഒഴിവാക്കി നല്ല രീതിയിലുള്ള കൂടുതലായിട്ട് വെജിറ്റബിൾസ്, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ, ഇതെല്ലാം കലർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. കഴിയുന്നത്ര വേഗം തന്നെ നമ്മളുടെ പരമ്പരാഗത ചികിത്സകളിൽ, അതായത് ആയുർവേദത്തിലും അതേപോലെ തന്നെ നാച്ചുറോപ്പതിയിലും എല്ലാം തന്നെ ഇതിന് നല്ല രീതിയിലുള്ള, പ്രത്യേകിച്ച് അസിഡിറ്റിയെ കുറിച്ച് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഡോക്ടറെ എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു കാലത്ത് എണീറ്റുടനെ ഈ തൈരില് അയമോദകം പൊടിച്ചിട്ട് കലക്കിട്ട് വെറും വയറ്റിൽ കഴിക്കാം. അതെ, അത് കഴിച്ച് നോക്കുന്നത് കൊണ്ട് തെറ്റില്ല. എങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒന്ന് ഒരു ഡോക്ടറെ ഒന്ന് കണ്ട് നിങ്ങളുടെ ലക്ഷണങ്ങളെ കുറിച്ച്, ഇപ്പോൾ അയമോദകവും അതുപോലെ തന്നെ തൈരും തെറ്റില്ലാത്ത ഒരു കോമ്പിനേഷനാണ്. പക്ഷെ എന്നാൽ തന്നെ ഈ തൈര് ചിലർക്കെങ്കിലും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പദാർത്ഥമായിട്ട് പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ കുറച്ചു കാലം, അതായത് ഒരു 2-3 ദിവസമെങ്കിലും നിങ്ങൾക്ക് ഈ വാഴപ്പിണ്ടി നീരോ അതും അല്ലെങ്കിൽ കുമ്പളങ്ങ നീരോ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് വയറിൻ്റെ ഈ പറഞ്ഞ എരിച്ചിലിനും പുകച്ചിലിനും ഒരു സമാധാനം നൽകാനായിട്ട് ഉപകാരപ്രദമാകും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആദ്യമായിട്ട് ഈ പറഞ്ഞ വാഴപ്പിണ്ടി നീര് ഒരാഴ്ച ഒന്ന് കഴിച്ച ശേഷം എന്തുമാത്രം സിംറ്റംസിന് കുറവുണ്ട് എന്നുള്ളത് നോക്കുക. ഓക്കെ, അതിനുശേഷം മാത്രം അയമോദകത്തിലേക്ക് കടക്കുക. ഓക്കെ, താങ്ക് യു ഡോക്ടർ. നമ്മളൊപ്പം മറ്റൊരു കോളർ. ആയിക്കോട്ടെ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? ജയൻ. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. പറയൂ ജയൻ. എനിക്ക് 54 വയസ്സിൽ ഞാൻ ദുബൈയിൽ ജോലി ചെയ്യുന്നു. ഓക്കെ. ഒരു വർഷം മുമ്പ് എനിക്ക് ഡയബറ്റിക്കിന്റെ ഒരു ആരംഭം ഉണ്ടായി. ഓക്കെ. രണ്ട് രാവിലെയും വൈകിട്ടും ടാബ്ലറ്റ്സ് ഡോക്ടർ ഇത് ചെയ്തു. ഓക്കെ. ഞാൻ എക്സസൈസ് ചെയ്യുകയും കുറച്ച് യോഗ ചെയ്യുകയും ചെയ്തതിനു ശേഷം കുറവുണ്ടായി. ഇപ്പൊ ഒരു നേരമാണ് കഴിക്കുന്നത്. പക്ഷെ ഈ അടുത്തിടെ വീണ്ടും ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ കൊളസ്ട്രോളിന്റെ കൊളസ്ട്രോൾ കുറച്ച് കൂടുതലായിട്ട് കണ്ടു. ഓമിസോൺ 20 എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഒരു മാസം കഴിക്കാൻ പറഞ്ഞു. അത്യാവശ്യത്തിന് യോഗ ചെയ്യാറുണ്ട്, സൂര്യനമസ്കാരം. ഇങ്ങനെ ആക്ച്വലി അടിസ്ഥാനപരമായിട്ടല്ല ചെയ്യുന്നത്, ടിവിയിലൊക്കെ കണ്ടാണ് ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യത്തിന് എക്സസൈസ് ചെയ്യാറുമുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ പ്രോബ്ലം. വയറ്റിൽ ഒരുപാട് ഗ്യാസ് പോലെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുറവുണ്ട്. ഈ ടാബ്ലറ്റ് പിന്നെ ഞാൻ ഈ ടാബ്ലറ്റ് ഞാൻ ആക്ച്വലി ഒരു വർഷത്തിനിടയിൽ ഈ ടാബ്ലറ്റ് കഴിക്കാൻ
ഡയബറ്റിക്കിന്റെ ടാബ്ലറ്റ് കഴിക്കുമ്പോഴെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്തെല്ലാം ഈ 20 ഡേയ്സിന് വേണ്ടി ഇവര് അത് കുറിച്ച് വന്നിരുന്നു. അപ്പൊ എനിക്ക് ഇതിങ്ങനെ റെഗുലർലി കഴിക്കുന്നതിൽ ഒരു ഇതുപോലെ, അപ്പോൾ ആയുർവേദത്തിൽ അല്ല എന്താണ് ഇതിന് ചെയ്യേണ്ടത്, ആക്ച്വലി ഡയബറ്റിക് ഇതൊന്നുകൂടെ കൺട്രോൾ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്, ആഹാരമോ അല്ലെ യോഗയോ അങ്ങനെ? അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും മിസ്റ്റർ ജയൻ ചോദിച്ച ചോദ്യം എനിക്ക് വ്യക്തമായി. അതായത് ഡയബറ്റിസ് കുറച്ചു കാലമായിട്ട് കൊണ്ടു നടക്കുന്നു. ഇത് ആധുനിക വൈദ്യശാസ്ത്രം കുറിച്ച് തരുന്ന മരുന്നുകളില്ലാതെ ഇത് മാനേജ് ചെയ്യാൻ കഴിയുമോ എന്നാണ് അറിയേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഡയബറ്റിസ് എന്നുള്ളത് പലരും ഒരു ഭീതിയോടുകൂടി കാണുന്ന ഒരു അസുഖമായിട്ടാണ് കാണുന്നത്. കാരണം ഇത് ഡയബറ്റിസ്, അയ്യോ ഇത് ഡയബറ്റിസ് വന്നു കഴിഞ്ഞാൽ ഇത് മരുന്നുകൾ കഴിച്ച് പലപ്പോഴും നമ്മളുടെ ജീവിതശൈലിക്ക് ഒരു മാറ്റം വരുത്താൻ ഒരു ചെറിയ ശ്രമം പോലും നടത്താതെ വിധിയെ പഴിച്ചുകൊണ്ട് മരുന്നുകൾ കഴിച്ച് നിലനിൽക്കുന്ന ഒരു ശീലം പലരും കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ജീവിതക്രമത്തിലേക്ക് നിങ്ങളുടെ ജീവിതശൈലി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളിതിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മിസ്റ്റർ ജയൻ ഇപ്പോൾ ഇവിടെ യോഗയും മറ്റും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ശാസ്ത്രീയമായിട്ടല്ല. നമ്മൾ ഇവിടെ ടി വിയിൽ യോഗ കാണിക്കുമ്പോഴും നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതെല്ലാം തന്നെ ഒരു ഗൈഡ് ലൈനാണ്. ടി വിയിൽ കാണിക്കുന്ന യോഗയാണെങ്കിലും അതുമല്ലെങ്കിൽ ബാക്കിയുള്ള ഈ ആരോഗ്യ പരിപാടി അടക്കം ഉള്ള കാര്യങ്ങൾ പലപ്പോഴും നിങ്ങൾക്കൊരു ഗൈഡ് ലൈൻ മാത്രമാണ്. ഇത് ഒരു ഡോക്ടർക്ക് പകരമോ അതുമല്ലെങ്കിൽ ടി വിയിലോ ഇൻ്റർനെറ്റിലോ കാണുന്ന യോഗ ഒരിക്കലും ഒരു യോഗ ക്ലാസ്സിന് പകരമോ ആകുന്നില്ല. ശരി, ഇന്ന കാര്യങ്ങളുണ്ട്, ഇതിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇത് ഗുണകരമാണ്. പക്ഷേ ഇതിൽ എന്തെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരപ്രകൃതത്തിന് ഉതകും എന്നുള്ളത് ഒരു ഡോക്ടറോട് അതുമല്ലെങ്കിൽ അതാത് ഫീൽഡിൽ പ്രാഗൽഭ്യം തെളിഞ്ഞ ഒരാളുടെ നേരിട്ടുള്ള കൺസൾട്ടേഷന് ശേഷം മാത്രം തിരഞ്ഞെടുക്കുന്നതായിരിക്കും എപ്പോഴും ഉചിതമായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും യോഗ പരിശീലനം തുടരുക. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന യോഗ ഡയബറ്റിസ് എന്നുള്ള നിങ്ങളുടെ പ്രത്യേക അവസ്ഥയ്ക്ക് ഉപകാരപ്രദമാണോ എന്നുള്ളത് പ്രത്യേകമായിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ ഷുഗർ ലെവൽ ഇങ്ങനെ വേരിയേഷൻ ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കഴിക്കുമ്പോൾ കൺട്രോളിലേക്ക് വരുന്നു, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കൂടുന്നുവെങ്കിൽ ഇതിന് ഉതകുന്ന രീതിയിലുള്ള നിങ്ങളുടെ ശരീരപ്രകൃതത്തിന് ഉതകുന്ന രീതിയിലുള്ള കഷായങ്ങളും മരുന്നുകളും മറ്റും ഇതിനോടൊപ്പം കഴിച്ചുകൊണ്ട് യോഗാ പരിശീലനവും മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഗ്യാസ് ട്രബിൾ പലപ്പോഴും കുറേ കാലം ഡയബറ്റിസ് ഇതേ രീതിയിൽ നിലനിന്ന് കഴിയുമ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് അടക്കമുള്ള പ്രശ്നങ്ങൾ ഈ മരുന്നുകളുടെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരാം. അതേപോലെ ഡയബറ്റിസിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് പലപ്പോഴും ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാം. അപ്പോൾ ഭക്ഷണത്തിൽ വേണ്ട രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരപ്രകൃതത്തിന് ഉതകുന്ന മരുന്നുകൾ കഴിച്ചുകൊണ്ട് നമ്മളുടെ പരമ്പരാഗത ചികിത്സകളിൽ തന്നെ പലതരത്തിലുള്ള മരുന്നുകൾ ലഭ്യമാണ്. ഞാനത് ഒരു പരിപാടിയിലൂടെ ഇന്ന മരുന്ന് കഴിക്കാൻ പറയാത്തത് ശരീരപ്രകൃതം അറിയാതെ നമ്മളൊന്ന് പറയുന്നത് അർത്ഥമില്ല. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഷുഗറിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ധൈര്യമായിട്ടിരിക്കും. താങ്ക് യു ജയൻ. നമുക്ക് മറ്റൊരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം. ഹലോ നമസ്കാരം. ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ മകളുടെ ഹസ്ബൻഡിന് വേണ്ടി ചോദിക്കുന്നത്. ഹലോ ഡോക്ടർ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. മകന് 34 വയസ്സായി. ആളുടെ ഇടുപ്പലിന് വേദന, ആൾക്ക് നടക്കുന്ന ബുദ്ധിമുട്ട്. അപ്പൊ ആളെന്നിട്ട് ഇപ്പൊ ഡോക്ടറെ കണ്ടു MRI സ്കാനിങ് ചെയ്തു കഴിഞ്ഞപ്പോ ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നത്. അപ്പൊ രണ്ടിന് ഇതിന്റെ എല്ലിന് ഇടയ്ക്ക് വെള്ളം കെട്ടിയിട്ടുണ്ടെന്ന്. അപ്പൊ ആള് ആ ഡോക്ടർ പറഞ്ഞു കുടിക്കുന്നവർക്കും ഹൈ ഡോസ് മരുന്ന് കഴിക്കുന്നവർക്കും വരുന്ന അസുഖമാണ്. പക്ഷെ ആള് കുടിക്കില്ല പിന്നെ മരുന്ന്, പിന്നെ ആൾക്കൊരിടയ്ക്ക് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സീറോയിഡിന് പറഞ്ഞ മരുന്ന് കഴിച്ചു, ചിലപ്പോ അതുകൊണ്ടാവാന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ഇല്ലാണ്ട് ആയുർവേദത്തിൽ മാറുമെന്ന് അറിയാനാ വിളിച്ചത്. അതായത് ഇപ്പൊ ഏത് ഭാഗത്താണ്, നട്ടലിന്റെ ഏത് ഭാഗത്താണ് ഈ രീതിയിൽ നീർക്കെട്ടും വേദനയും കാണുന്നത്? L4, L5 എവിടെ? ഓക്കെ, മനസ്സിലായി. ഇത് എത്ര കാലമായിട്ട് ആൾക്ക് ഈ വേദന ഇങ്ങനെ കാണുന്നുണ്ട്? ഇതിപ്പോ 2 മാസമായിട്ടുള്ളൂ. 2 മാസമായി അല്ലെ? ആളുടെ ജോലി എന്താണ്? എയർലൈൻസിലാണ്. ഓക്കെ. ഇത് ഈ വേദന കണ്ടു തുടങ്ങിയ ശേഷം ഇപ്പോൾ ആൾക്ക് നടക്കാനോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? ഓക്കെ. അതേപോലെ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഈ വേദന അധികരിക്കുന്നുണ്ടോ?
ഇരുന്നുകൊണ്ട് താഴെ ഇരിക്കാനൊന്നില്ല, ആള് ചെയർമേൽ ഇരിക്കണ. ഇരുന്നിട്ട് എനിക്കുന്നൊക്കെ ബുദ്ധിമുട്ടുണ്ട്, കാലിനൊരു നടക്കുമ്പോ തന്നെ ഒരു ചെലുപ്പ് വരും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഇത് നമ്മൾക്ക് ഏത് ഭാഗത്താണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇതിനുള്ള ചികിത്സ. തീർച്ചയായിട്ടും പേടിക്കേണ്ട കാര്യമില്ല. ഈ ഭാഗത്തുണ്ടാകുന്ന വേദനകൾക്ക് നമുക്ക് നല്ല രീതിയിൽ പരിഹാരം കാണാൻ സാധിക്കും. പക്ഷേ ഇതിന് ആയുർവേദം മാത്രമല്ല, അതോടൊപ്പം തന്നെ നമ്മളുടെ പരമ്പരാഗത ചികിത്സകളായ അക്യുപഞ്ചർ ഇതിന് പ്രത്യേകിച്ച് ഇതേപോലെയുള്ള വേദനകൾക്ക് വളരെ ഗുണപ്രദമായിട്ടാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ യോഗയുടെ ചില അഭ്യാസങ്ങൾ. ഒരു മിനിറ്റ് ഡോക്ടർ പറഞ്ഞത് ഉണ്ണിത്തൊണ്ട് പോലെയായി, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തിട്ട് അത് പൊട്ടിക്കഴിഞ്ഞ പ്രശ്നമാണെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഒന്ന് നേരിട്ട് ഇതൊന്ന് കണ്ട ശേഷം നമുക്ക് ഒരു ചികിത്സ നിശ്ചയിക്കുന്നതായിരിക്കും ഉചിതം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാനിവിടെ അതിന്റെ അമ്മയാണ്. ഒരു കാര്യം ചെയ്തോളൂ, ഒന്ന് റിപ്പോർട്ടുകൾ നമ്മളുടെ NTVയിലെ ഇമെയിൽ ഇവിടെ പറയുന്നതാണ് ഈ പരിപാടിക്ക് ശേഷം. അപ്പോൾ അതിലേക്ക് ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ ഒന്ന് അയച്ചു തരിക. അതൊന്ന് നോക്കിയ ശേഷം ഞങ്ങൾ തിരിച്ചു വിളിക്കാം. അതല്ലാതെ ഒരു TV പ്രോഗ്രാമിലൂടെ മാത്രം ഇതിന് സമ്പൂർണ്ണമായിട്ട് മാറ്റം വരുത്താൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. റിപ്പോർട്ടുകളൊന്ന് കാണട്ടെ, അതിനുശേഷം നമുക്കൊരു തീരുമാനത്തിലേക്ക് വരാം കേട്ടോ. ഞങ്ങൾ തിരിച്ചു വിളിക്കാം. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുള്ള ഒരു കാര്യം ചെയ്തോളൂ, info@ntvua.com അയച്ചോളൂ. info@ntvua.com. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോമിനെ കുറിച്ചാണ്. അതിന്റെ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് അതിന്റെ സിംറ്റംസിലോട്ട് കടന്നാലോ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൽ സിംറ്റംസ് അഥവാ ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാന നമ്മൾ അതേപോലെ തന്നെ സോർബിറ്റോളിനെ കുറിച്ചും കൂടെ പറയുകയായിരുന്നു. അതായത് ഈ പറഞ്ഞ രീതിയിൽ ഈ ഇൻടോളറൻസ്, ചില വസ്തുക്കളോടുള്ള ഇൻടോളറൻസ്, അലർജി അല്ല, ഇൻടോളറൻസ്. ഈ ഇൻടോളറൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊന്നാണ് ഈ സോർബിറ്റോൾ എന്ന് പറഞ്ഞ. ഇത് സാധാരണ ഈ ഷുഗർ ഫ്രീ ഡ്രിങ്കുകൾ ഇന്ന് വളരെ പോപ്പുലറാണ് അല്ലെ ഇവിടെ. കാരണം ഇന്ന് ഡയബറ്റിസ് അത്രമാത്രം ഇന്ന് അധികരിച്ച് കാണുന്നു. അതുകൊണ്ട് തന്നെ ഷുഗർ ഫ്രീ ഡ്രിങ്കുകൾക്ക് വലിയൊരു മാർക്കറ്റുണ്ട്. പലപ്പോഴും ഇതിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് ഞാൻ ഈ പറഞ്ഞ വസ്തു. അപ്പോൾ ഇതിനോട് അതുപോലെ തന്നെ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ച്യൂയിംഗം, ഇതേപോലെയുള്ള സംഗതികളിൽ ഈ പറഞ്ഞ ഒരു ഘടകം പലപ്പോഴും കാണുന്നുണ്ട്. അതേപോലെ ബിയർ, പലരും മദ്യത്തിൽ ബിയർ വലിയ കുഴപ്പമില്ലാത്തതാണ് എന്ന് പറയുന്ന ആളുകൾ ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ബിയറിൽ പോലും ഇത് അമിതമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അംശം കൂടുതലായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ചില ഡ്രൈ ഫ്രൂട്ടുകൾ, പീച്ച്, പ്ലം, ഡേറ്റ്സ്, ഇതിലെല്ലാം തന്നെ സോർബിറ്റോൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനോടുള്ള ഇൻടോളറൻസ് ഇതും പലപ്പോഴും ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോത്തിന് വഴിതെളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇനി അതേപോലെ മറ്റൊരു കാര്യം, സ്ത്രീകളിൽ ഞാൻ പറയുകയുണ്ടായി, സ്ത്രീകളിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ നിരക്ക് കൂടുതലാണ് എന്ന്. പ്രത്യേകിച്ച് ഈ ഹോർമോണൽ വ്യതിയാനങ്ങൾ വരുന്ന അവസ്ഥകളിൽ കൂടുതലായിട്ടും മെൻസ്ട്രുവേഷൻ പീരീഡിനോട് അനുബന്ധിച്ച് അതേപോലെ തന്നെ മെനോപോസിനോട് അനുബന്ധിച്ച് എല്ലാം തന്നെ ഈ ഒരു രോഗലക്ഷണം ഉടലെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ. അപ്പോൾ ഇനി ഇതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം കാണുന്നത് ഉദരത്തിന്റെ ഉള്ളിൽ. ഞാൻ ഒരിക്കൽ കൂടി ഇടപെടുന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഇതാരാണ് വിളിക്കുന്നത്? സിജി. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ സിജി. ഹലോ സർ. യെസ്, പറയൂ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. അതായത് ഹസ്ബൻഡിന് ഇപ്പോ 42 years ആണ് വയസ്സ്. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ ഒരു ഏകദേശം ഒരു 6-8 മാസമൊക്കെ ആവാനായി. പുറത്തിന്റെ ഭാഗത്ത്, നടുഭാഗത്ത് വേദന, പുറം ഭാഗത്ത് വേദനയുണ്ട്. ഓക്കെ. നടുഭാഗത്ത് ഇങ്ങനെ ഒരു വേദന. അപ്പം ഇവിടെ ഡോക്ടറെ കാണിച്ചു, സ്കാനിങ് ഒക്കെ ചെയ്തു. അപ്പൊ കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ പറഞ്ഞ സ്കാനിങ്ങില് പ്രോബ്ലം ഒന്നുമില്ല, വൈറ്റമിൻ ഡിന്റെ കുറവാണെന്ന് മാത്രമാണ് പറഞ്ഞത്. അതിന് മെഡിസിൻസ് ഒക്കെ കൊടുത്തിരുന്നു. വേറെ സ്കാനിങ്ങില് കുഴപ്പങ്ങളൊന്നും കാണാനില്ല. പക്ഷെ ആൾക്ക് മരുന്ന് കഴിച്ചിട്ട് ഇപ്പൊ കംപ്ലീറ്റ് മെഡിസിൻ ഒക്കെ കഴിച്ചിട്ടും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും ഇങ്ങനെ പുറം ഭാഗത്ത് ഇങ്ങനെ നിവരുമ്പോ ഒരു വേദന. ഇപ്പൊ ആ വേദന ഇപ്പൊ ചെറുതായിട്ട് വലത് കൈയിന്റെ അവിടേക്കുണ്ട്, ഷോൾഡറിന്റെ അവിടേക്കും. ഓക്കെ. അപ്പോൾ കഴുത്തിന്റെ ഭാഗത്താണോ കൂടുതലായിട്ട് വേദന തോന്നുന്നത്? കഴുത്തിന്റെ പിൻഭാഗത്ത്? അല്ലല്ല, നടുഭാഗത്ത്. ഓക്കെ. പിന്നെ ഷോൾഡറിന്റെ അവിടെയും ചെറിയ വേദന ഉണ്ട് ഇപ്പൊ, വലത് കൈ ഷോൾഡറിന്റെ അവിടെ. പിന്നെ നെഞ്ചരിച്ചിലിന്റെ പൊതുവെ ആൾക്ക് പ്രശ്നമുണ്ട്, ഗ്യാസിന്റെ പൊതുവെ കുഴപ്പമുണ്ട് നെഞ്ചരിച്ചില്. ഇപ്പോൾ വയറിന്റെ നടുഭാഗത്തായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പറയും നെഞ്ച് നീർന്ന. എത്ര വയസ്സുണ്ട് ആൾക്ക്? 42 വയസ്സ്.
സിഗരറ്റോ മദ്യപാനമോ അങ്ങനെയുള്ള ദുശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സ്മോക്കിംഗ് ഇല്ല, സ്മോക്കിംഗ് തീരെ ഇല്ല, ഇതുവരെ സ്മോക്ക് ചെയ്തിട്ടേ ഇല്ല. ഓക്കെ. പിന്നെ മദ്യപാനം ഇല്ല, ഡ്രിങ്ക്സ് കഴിക്കുന്ന ആളല്ല. ചിലപ്പോ വല്ലപ്പോഴും ഫാമിലി ഗെറ്റ് ടുഗദർ അങ്ങനെയൊക്കെ നമ്മൾ ബിയർ മാത്രമേ കഴിക്കാറുള്ളൂ, ഡ്രിങ്ക്സ് ഹോട്ടൊന്നും കഴിക്കാറില്ല. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇത് ഒരു തെറ്റിദ്ധാരണയാണ്. ഭക്ഷണ രീതിയാണെങ്കിലും വീട്ടിൽ നിന്നാണ് പൊതുവെ കഴിക്കാറ്, പുറത്തത്തെ ഫുഡ് അധികം ഇഷ്ടമല്ല. പിന്നെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ എണ്ണ അതൊക്കെ വളരെ ലോ ആയിട്ട് കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ, എണ്ണ ഉപ്പ് എല്ലാം വളരെ കുറവേ ഉപയോഗിക്കാറുള്ളൂ. ശരി, ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഈ 2 പ്രശ്നങ്ങളാണ് ഭർത്താവിന് പറഞ്ഞത്. ഒന്ന് പുറംഭാഗത്തുള്ള വേദന. ഇത് അതായത് ഇപ്പൊ അടുത്താണ് ഞങ്ങൾ വണ്ടി വാങ്ങിയിരുന്നത്, കാറ് വാങ്ങിയതിന് ശേഷമാണ് ആള് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ വേദന പറയാൻ തുടങ്ങിയത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇനി അപ്പോൾ തീർച്ചയായിട്ടും ഇത് എന്താണ് ആളുടെ ജോലി എന്താണ്? ആള് സെയിൽസ് ഓഫീസിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്പ്യൂട്ടറിന്റെ ഉപയോഗവും നന്നായിട്ടുണ്ടാകും അല്ലേ? കമ്പ്യൂട്ടറിന്റെ അപ്പോൾ ഇത് പ്രത്യേകിച്ച് അത് യു എയിൽ നിന്നല്ല, നമ്മളുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഈ 2 കാര്യങ്ങൾ ഒഴിച്ചുകൂടാനാകാത്ത ഘടകങ്ങളാണ്, ഡ്രൈവിങ്ങും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ യൂസേജും. ഇത് രണ്ടും തന്നെയാണ് പലപ്പോഴും ഭൂരിഭാഗം പേരിലും ഈ പറഞ്ഞ വേദനകൾ ട്രിഗർ ചെയ്യുന്നത്, അതുമല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് പലപ്പോഴും ഈ പറഞ്ഞ ഘടകങ്ങൾ തന്നെയാണ്. അപ്പോൾ ധാരാളം കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്രൈവേഴ്സ് സീറ്റ് വളരെ നട്ടല് നിവർന്ന് തന്നെ ഇരിക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു പില്ലോയോ മറ്റോ വെച്ച് പുറംഭാഗം വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ ഇനി കമ്പ്യൂട്ടറും മറ്റും ഉപയോഗിക്കുമ്പോഴാണെങ്കിലും കസേരകളിൽ ഇരിക്കുന്ന രീതി, ഇതിന് എർഗോണമിക്സ് എന്ന് പറയും. അതായത് നട്ടലും ശിരസ് നിവർത്തി തന്നെ കാലുകൾ പൂർണ്ണമായും തറയിൽ ചേർത്ത് വെച്ച് നട്ടല് നിവർത്തിയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതേപോലെ കമ്പ്യൂട്ടർ എർഗോണമിക്സ്, അതായത് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൻ്റെ മുകൾ ഭാഗവും നിങ്ങളുടെ കണ്ണുകളും ഒരേ ലെവലിലാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഫോർ ഹാൻഡ്സ്, അതായത് കൈകൾ എപ്പോഴും പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തിട്ടാണ് നിലകൊള്ളുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് വേദന മാറ്റാനായിട്ട് ഇതാണ് ചെയ്യേണ്ടത്. പിന്നീട് ഈ പറഞ്ഞ വേദന ഇതേ രീതിയിൽ കുറച്ചു കാലമായി തുടരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒഴിച്ചിലടക്കമുള്ള നമ്മളുടെ പരമ്പരാഗത രീതിയിലുള്ള ഒഴിച്ചിലും അതേപോലെ തന്നെ ചില പ്രത്യേക മരുന്നുകളും ഇലകളും മറ്റും വെച്ചുമുണ്ടാക്കുന്ന ഇലക്കഴിയും എല്ലാം ഇതിന് വളരെ ഫലപ്രദമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഉള്ളിലേക്ക് ഏത് തരത്തിലുള്ള മരുന്നുകൾ കഴിക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് രോഗിയുടെ അവസ്ഥ നോക്കി മാത്രമാണ് നമുക്ക് നിശ്ചയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ 2 ഈ പറഞ്ഞ വയറിരിച്ചിലിന് ഇപ്പോൾ ഇങ്ങനെ വയറിരിച്ചിൽ ഉണ്ടാകുന്നുവെങ്കിൽ ആളുടെ ഭക്ഷണത്തിൽ വളരെ ലേറ്റ് ആയിട്ടാണോ ഡിന്നർ കഴിക്കുന്നത് എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തണം. ലേറ്റ് ആയിട്ടല്ലോ, എത്ര മണിയാകുമ്പോഴാണ് ഡിന്നർ? നോർമലി ഓരോ ടൈമിംഗ് ആണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചേഞ്ച് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് ഡ്യൂട്ടി ഇങ്ങനെ വേരിയിങ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് ഒരിക്കലും ഡിന്നറിൻ്റെയോ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ സമയങ്ങളിൽ അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താതിരിക്കാനായിട്ട് പ്രത്യേകമായ ശ്രദ്ധ പുലർത്തുക. അതിപ്പോൾ ഡ്യൂട്ടിയിലാണെങ്കിലും ഏത് രീതിയിലും ഇപ്പോൾ പ്രത്യേകിച്ച് വയറിച്ചിൽ ഉണ്ടാകുന്നുവെങ്കിൽ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും അതേപോലെ തന്നെ രാത്രിയിൽ ഡിന്നറും എല്ലാം തന്നെ ക്ലിപ്തമായിട്ടുള്ള ഒരു സമയം, പരമാവധി ഒരു അരമണിക്കൂർ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാം എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് പോകാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധ പുലർത്തുക. അതുമല്ലെങ്കിൽ അങ്ങനെ ഭക്ഷണം നീണ്ടുപോകുന്ന ഒരു അവസ്ഥ വന്നാൽ നീരുകളോ അതുമല്ലെങ്കിൽ സൂപ്പുകളോ മറ്റോ കുടിച്ച് വിശപ്പടക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഖരഭക്ഷണം വല്ലാത്ത സമയങ്ങളിൽ മാറി മാറി കഴിക്കുന്നത് പലപ്പോഴും വയറിച്ചിലിനൊരു വലിയൊരു കാരണമാണ്. അതുപോലെ ഒരു തെറ്റിദ്ധാരണ കൂടി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ പറയുകയുണ്ടായി മദ്യപാനമില്ല, ബിയർ വല്ലപ്പോഴും കുടിക്കുമേ ഉള്ളൂ എന്ന്. പക്ഷേ ബിയറും തീർച്ചയായിട്ടും വല്ലപ്പോഴും ആണെങ്കിലും വയറിച്ചിലുള്ള ഒരാൾക്ക് അതും അസിഡിറ്റി കൂട്ടാനുള്ള ഒരു കാരണമാകുമെന്നുള്ളതും മനസ്സിൽ വയ്ക്കുക കേട്ടോ. സ്ഥിരമായിട്ടില്ലെങ്കിൽ പോലും അതും വയറിച്ചിൽ സ്ഥിരമായ വലിയൊരു പ്രശ്നമാണെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്തേണ്ടത്. ഈ ബിയർ കഴിക്കുന്നത് വളരെ ക്വാണ്ടിറ്റി കുറവേ കഴിക്കുള്ളൂ, പിന്നെ വല്ലപ്പോഴും. ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നടുവേദന തുടർച്ചയായിട്ട് നിലനിൽക്കുന്നുവെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഒഴിച്ചിലടക്കമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും സഹായകരമാകും. അതേപോലെ തന്നെ യോഗയുടെ പരിശീലനം നട്ടലിനെയും അതേപോലെ തന്നെ നമ്മളുടെ സ്പൈനിനെയും മൊത്തത്തിൽ തന്നെ ഒന്ന് ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കും. അപ്പോൾ ഏത് രീതിയിൽ ഇതെല്ലാം കമ്പൈൻ ചെയ്യണം എന്നുള്ളത് വിദഗ്ധനായ ഒരു ആയുർവേദ നാച്ചുറോപ്പതി ഡോക്ടർക്ക് വേണ്ട രീതിയിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാനായിട്ട് സാധിക്കും. അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നീക്കിയാൽ അദ്ദേഹത്തിന് വലിയ ഏജൊന്നുമില്ല,
മാത്രമല്ല ബാക്കിയുള്ള ദുശീലങ്ങളോ ഇതൊന്നും വലിയ കാര്യമായിട്ടില്ല. ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് ജോബ് റിലേറ്റഡ് ആയിട്ട് ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്രൈവിങ്ങിൻ്റെയും കമ്പ്യൂട്ടർ യൂസേജിൻ്റെയും ഭാഗമായിട്ടും ജീവിതക്രമത്തിൽ ഉണ്ടാകുന്ന താളപ്പിഴകൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ സമയം മാറിയുള്ള ജോലിയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങളും കാരണമാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഒരു കൺസൾട്ടേഷന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു. ശരി. ഓക്കെ ഡോക്ടർ, നമ്മളപ്പം ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോത്തിന്റെ കാരണങ്ങളാണ് പറഞ്ഞത്. ലാക്ടോസും ഫ്രക്ടോസും സോർബിറ്റോളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് അതിന്റെ സിംറ്റംസ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ പ്രോഗ്രാം ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിന്റെ സിംറ്റംസ് തന്നെ ഏറ്റവും പ്രധാനം ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുക, ഒന്ന് ഉദരഭാഗത്ത് വേദന, കടുത്ത രീതിയിൽ വേദനയും അതേപോലെ തന്നെ ഒരു ഡിസ്കംഫർട്ട് എന്ന് പറയുന്നതായിരിക്കും. എന്താണെന്ന് അറിയാത്ത ഒരു അസ്വസ്ഥത ഉദരത്തിൻ്റെ ഉള്ളിൽ പലപ്പോഴും നിലനിൽക്കുക. പിന്നെ ഇതോടൊപ്പം തന്നെ ഇത് രണ്ട് രീതിയിൽ കാണുന്നു. ചിലർക്ക് ഇത് കടുത്ത മലബന്ധം, ചില സമയങ്ങളിൽ അപ്പോൾ ഇത് മലബന്ധം കൂടുതലായിട്ട് ഉണ്ടാകുന്ന അവസ്ഥ ചിലർക്ക് ഉണ്ടാകുന്നു. വേറെ ചിലർക്കാണെങ്കിൽ വയറിളക്കം, ഇത് അടിക്കടി കൂടുതലായിട്ട് ഉണ്ടാകുന്നു. ഇതിൽ ഏതാണോ ലക്ഷണങ്ങൾ കൂടുതൽ പ്രീഡോമിനൻ്റ് ആയിട്ട് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ താൽക്കാലികമായിട്ടുള്ള മാനേജ്മെൻറ്റ് ഇതിന് വേണ്ടിയിട്ട് നിശ്ചയിക്കാറുള്ളത്. അതേപോലെ തന്നെ ഗ്യാസ് നിറയുക, ഉദരം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീതി, ഒന്നും കഴിക്കാതെ തന്നെ വയറ് അത് നിറഞ്ഞതായിട്ട് ഒരു പ്രതീതി ഉണ്ടാവുക. ഇതോടൊപ്പം ചിലർക്കെങ്കിലും നടുവേദന ഉണ്ടാകാം, അതേപോലെ തന്നെ തലവേദനകൾ, ഇതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും തലവേദനയടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. വേറെ ചിലർക്ക് ഒരു ലാക്ക് ഓഫ് എനർജി, അതുമല്ലെങ്കിൽ ഒന്നും ചെയ്യാനുള്ള ഒരു താല്പര്യം ഇല്ലായ്മ, അതേപോലെ ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ദഹനക്കേട്, ഇങ്ങനെ ഒരു 100 കൂട്ടം ലക്ഷണങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോവുമായി ബന്ധപ്പെട്ട് കാണുന്നുണ്ട്. അപ്പോൾ ലക്ഷണങ്ങൾ ഇത് വ്യതിരിക്തമായിട്ട് ഓരോന്നും പ്രത്യേകമായിട്ട് ചിലർക്ക് ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിപ്പേഷൻ കൂടുതലായിട്ട് കാണാം, മറ്റു ചിലർക്ക് വയറിളക്കം കൂടുതലായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ ഇത് വ്യത്യസ്തമായ ലക്ഷണങ്ങൾ പ്രിഡോമിനൻ്റ് ആയിട്ട് കാണാം. അതുമല്ലെങ്കിൽ ഈ ലക്ഷണങ്ങളെല്ലാം കൂടിക്കുഴഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അവിയൽ പരുവത്തിൽ കാണാം. ഇങ്ങനെ ധാരാളം ലക്ഷണങ്ങൾ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് IBSന് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും അതിൻ്റെ ഡയഗ്നോസിസിനെ കുറിച്ചും ഒക്കെ എങ്ങനെയാണ് നമുക്ക് ഇതൊന്ന് മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്തൊരു എപ്പിസോഡിലേക്ക് മാറ്റി വെച്ചു. തീർച്ചയായും. അപ്പോൾ ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡോക്ടർ സംസാരിച്ചു, അതേ കൂടെ തന്നെ നമ്മൾ നിരവധി പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. അതിന് താങ്ക് യു സോ മച്ച്. പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ദിനേശ് കർത്തയാണ്. അദ്ദേഹം ഓരോ ആയുർവേദിക് യോഗ സെന്ററിലെ ചീഫ് കൺസൾട്ടന്റ് മാനേജിംഗ് ഡയറക്ടറുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിന്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അതിഥിയുമായി കാണും വരേക്കും നന്ദി, നമസ്കാരം.